പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബേസ് മൗണ്ട് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് പറയാവുന്നത്. എന്തൊക്കെ പർപ്പസിന് യൂസ് ചെയ്യാം, എത്ര മീറ്റർ ഹെഡ് കിട്ടും, എത്ര ലിറ്റർ ഡിസ്ചാർജ് കിട്ടും, എന്താണ് ഇതിൻ്റെ വില വിവരങ്ങൾ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബേസ് മൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് 1 mm വരെയുള്ള വെള്ളം നമുക്ക് ഡീവാട്ടർ ചെയ്ത് കളയാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട പർപ്പസ് അനുസരിച്ച് വേണം മോഡൽ നോക്കാൻ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു CRDS എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ ഡീവാട്ടറിംഗ് സീരീസിൽ വരുന്ന ഈ ചെറിയ പമ്പിനെ കുറിച്ചാണ്. ഈ സൈഡിലിരിക്കുന്ന CDS എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ ഡീവാട്ടറിംഗ് സീരീസിൽ പെടുന്ന 1 HP, 1/2 HP പമ്പിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഈ ഏറ്റവും ചെറിയ മോഡലിനെ കുറിച്ചാണ്. 1/2 HP CRDS എന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ സീരീസിൽ വരുന്ന ഈ ചെറിയ പമ്പിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം, എവിടെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം, എന്തൊക്കെ പർപ്പസിന് യൂസ് ചെയ്യാം, എത്ര മീറ്റർ ഹെഡ് കിട്ടും, എത്ര ലിറ്റർ ഡിസ്ചാർജ് കിട്ടും, എന്താണ് ഇതിൻ്റെ വില വിവരങ്ങൾ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സൈഡിലിരിക്കുന്ന ഈ 2 പമ്പും 1/2 HP അക്വാടെക്സിൻ്റെ ബ്രാൻഡിൻ്റെ ഞാൻ പറഞ്ഞ കൺസ്ട്രക്ഷൻ ഡീവാട്ടറിംഗ് സീരീസിൽ വരുന്ന പമ്പ് തന്നെയാണ്. പെട്ടെന്നൊരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസ് മൗണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് പറയാവുന്നത്. ഒന്നിൻ്റെ ബേസ് മൗണ്ട് വലുതും അതിൽ കൂടുതൽ സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ കടന്നു പോകാൻ പാകത്തിനുള്ള ഒരു ബേസ് മൗണ്ടും കൂടുതൽ ഹൈറ്റ് ഉള്ളതുമാണ്. എന്നാൽ മറിച്ച് നമ്മുടെ CRDS എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മോഡലിൻ്റെ ബേസ് മൗണ്ട് വളരെ ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ബേസ് മൗണ്ട് തന്നെയാണ്. അതായത് 1 mm വരെയുള്ള വെള്ളം നമുക്ക് ഡീവാട്ടർ ചെയ്ത് കളയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലുകളിലേക്ക് കിടക്കാം. നമ്മൾ ഈ പറഞ്ഞ CDS മോഡൽ തൽക്കാലം നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ അക്വാടെക്സിൻ്റെ ഈ CRDS എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് നമുക്ക് ഫ്ലഡഡ് വീടുകൾ, നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറുന്ന സമയങ്ങളിൽ അത്യാവശ്യം ചെളിയോ കരടോ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അധികം സോളിഡായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കത് പറ്റില്ല. അപ്പോൾ അതേപോലെ വലിയ സോളിഡ് സാധനങ്ങളില്ലാത്ത നമ്മുടെ വീടിൻ്റെ അകത്ത് വെള്ളം കയറുക, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഡീവാട്ടർ ചെയ്യുക, ഫിഷ് പോണ്ട് ഡീവാട്ടർ ചെയ്യുക, അതേപോലെ അധികം വലിയ സോളിഡ് സാധനങ്ങളില്ലാത്ത വെള്ളം, ഏകദേശം ക്ലിയർ ആയിട്ടുള്ള വെള്ളം എന്ന് തന്നെ പറയാം. അതേപോലെ ഫ്ലഡറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ മാക്സിമം, അല്ലെങ്കിൽ ബേസ്മെൻറ്റിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ കുഴിയില്ലാത്ത പിറ്റില്ലാത്ത ബേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു ചെറിയ ലെവലിൽ എപ്പോഴും എല്ലാ സ്ഥലത്തേക്കും പരന്നായിരിക്കും കിടക്കുക. അങ്ങനെയുള്ള സമയത്ത് സാധാരണ നമ്മൾ ആദ്യം കണ്ട പോലത്തെ കൺസ്ട്രക്ഷൻ ഡീവാട്ടറിംഗ് പമ്പുകളോ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് അവിടെ തന്നെ കിടക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്കിത് തീർത്തും ഉപയോഗത്തിൽ വരിക. ഇതിൻ്റെ ഒരു ഡെമോ പർപ്പസ് കാണിക്കാനായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫ്ലഡറായിട്ടുള്ള വീടിൻ്റെ അകത്ത് നിന്ന് ഇത് വെള്ളം അടിച്ച് പുറത്തേക്ക് കളയുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡൈകാസ്റ്റ്, അലൂമിനിയം ഡൈകാസ്റ്റ് ബോഡിയാണ്. നമ്മൾ ഇതിന് മുമ്പ് പരിചയപ്പെടുത്തിയ മോഡലിലെ പോലെ തന്നെ യുറീത്തർ റബ്ബർ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. പിന്നെ 2 ഇഞ്ചാണ് ഡെലിവറി സൈസ് വരുന്നത്. മാക്സിമം ഒരു 11 മീറ്റർ വരെയൊക്കെ ആണ് അതിൻ്റെ ഹെഡ് വരുന്നത്. ഇനി ഇതിൻ്റെ ബേസ് മൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം കരടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വെള്ളമാണ് നമുക്കിതിൽ നിന്ന് അടിക്കാൻ പറ്റുള്ളൂ. മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 mm എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അത്രയും വരെയുള്ള വെള്ളം അവിടെ ഇട്ടുകൊണ്ട് ബാക്കി മൊത്തം നമുക്ക് ഡീവാട്ടർ ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു മോഡലാണ്. മിക്കവരും ഡീവാട്ടറിങ് സാധാ പമ്പുകൾ എടുത്തിട്ട് ബാക്കി വെള്ളം അവിടെ കിടക്കുന്ന പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണിത്. നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 HP ആണ് വരുന്നത്. 2 ഇഞ്ചാണ് അതിൻ്റെ ഡെലിവറി സൈസ്. മിനിമം 2 മീറ്റർ മുതൽ 11 മീറ്റർ വരെയാണ് അതിൻ്റെ ഹെഡ് റേഞ്ച് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ മീറ്ററിൽ ഒരു മണിക്കൂറിൽ 6600 ലിറ്റർ വെള്ളവും, മാക്സിമം ഹെഡായ 11 മീറ്ററിൽ 1500 ലിറ്റർ പെർ അവർ, മണിക്കൂറിൽ 1500 ലിറ്റർ വെള്ളമാണ് അതിൻ്റെ ഒരു ആവറേജ് പെർഫോമൻസ് വരുന്നത്. ഇനി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിലൂടെ കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. CRDS എന്ന് പറഞ്ഞ മോഡൽ നമ്പറാണ്. അതിൻ്റെ വോൾട്ടേജ് സിംഗിൾ ഫേസ് ലൈനാണ്. 2.7 ആംപിയറാണ് കറണ്ട് കൺസപ്ഷൻ. ഇൻസുലേഷൻ E-ക്ലാസ് ആണ്. 2 ഇഞ്ചാണ് ഡെലിവറി സൈസ്. മാക്സിമം 12 കൊടുത്തേക്കുന്നത്. 12 നമ്മുടെ കമ്പനി ചാർട്ട് അനുസരിച്ച് ഡിസ്ചാർജ് ഉണ്ടാവില്ല. പിന്നെ മാക്സിമം ഡിസ്ചാർജ് നെയിം പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്നത് 7.2 ക്യൂബിക് മീറ്റർ പെർ അവർ ആണ്. അതായത് 7200 ലിറ്റർ പെർ അവർ ഡിസ്ചാർജ്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത, ഇത് സപ്പോർട്ടഡ് ബൈ സുറുമി പമ്പ്സ്. അതായത് ജപ്പാനിലുള്ള ഒരു ഫേമസ് കമ്പനിയാണ് സുറുമി എന്നുള്ളത്. അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് അക്വാ സബ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഈ അക്വാടെക്സിൻ്റെ ബ്രാൻഡ് ഈ മോഡൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് 13000 രൂപയാണ് ഇതിൻ്റെ ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതേപോലുള്ള ഒരു മോഡൽ മറ്റൊരു കമ്പനികൾക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ പറഞ്ഞ പോലെ 1 mm വരെ വെള്ളം ഡീവാട്ടർ ചെയ്യാൻ പറ്റുന്ന മോഡൽ. പിന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, ഈ ഡീവാട്ടറിംഗ് പമ്പുകളാണോ ചില സൈറ്റുകളിൽ വരാൻ നേരത്ത്. ഇപ്പോൾ നിങ്ങൾ വേസ്റ്റ് അടിക്കുന്ന ഒരു പമ്പാണ് നോക്കുന്നതെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സീവേജ് പമ്പുകളുണ്ട്.
നിങ്ങൾക്ക് ഡീവാട്ടറിംഗ് ആണ് പർപ്പസ് എങ്കിൽ അതിന് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള മോഡലുകളുണ്ട്. വെള്ളത്തിൻ്റെ മണലിൻ്റെയോ ചെളിയുടെയോ അംശം കൂടുതലുള്ള സൈറ്റുകളിലാണെങ്കിൽ ഇതേപോലത്തെ മോഡൽ കൺസ്ട്രക്ഷൻ ഡീവാട്ടറിംഗ് പോലത്തെ മോഡലുകളുണ്ട്. അപ്പോൾ എല്ലാ മോഡലുകളും എല്ലാ പർപ്പസിനും പറ്റുന്നതല്ല. അപ്പോൾ പലരും വിളിച്ചിട്ട് ഈ മോഡൽ അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇതിപ്പോൾ ചാണകം അടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറ്റില്ല. അതിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത് വരുന്ന സീവേജ് പമ്പുകളും അതിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഇമ്പലറുകളും ഉള്ള മോഡലുകളുണ്ട്. നിങ്ങളപ്പോൾ ഓരോ പർപ്പസും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട പർപ്പസ് അനുസരിച്ച് വേണം മോഡൽ നോക്കാൻ. ഇപ്പോൾ പെട്ടെന്ന് ചെന്നിട്ട് ഒരു സീവേജ് പമ്പ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്തുള്ള മോഡലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അല്ലെങ്കിൽ ഡീവാട്ടറിംഗ് പമ്പും അതേപോലെ തന്നെ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പർപ്പസ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പർപ്പസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പമ്പ് വേണം നിങ്ങൾ വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും കംപ്ലയിൻ്റ് ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.